1 മുതൽ 100 വരെ. ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണോ ഞാൻ ചോദിക്കോ? 21 ആണോ? എത്രയാണ്? 20 ആണോ, 21 ആണോ, 24 ആണോ? നിങ്ങൾ പറ. നിങ്ങൾ ചെയ്ത് നോക്ക്. അതായത് 1 മുതൽ 100 വരെ എത്ര 5 ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര 5 ഉണ്ടാവും? ഏതിലൊക്കെയാണ് 5 ഉള്ളത്? 5 എവിടെയൊക്കെയാണ് വരിക? 5ന്റെ മൾട്ടിപ്പിൾസിലല്ല 5 വരാം. ഇരുന്നോ ഈ കുറേ നേരം നിൽക്കുന്നത്. 5ന്റെ മൾട്ടിപ്പിൾസിലല്ലേ 5 ഉണ്ടാവുക. അതായത് 5ൽ ഒരു 5 ഉണ്ടാവും, 10ല് 15ല് ഇതിലൊക്കെയല്ല 5 ഉണ്ടാവുക. ഇത് 1 × 5, ഇത് 2 × 5, ഇത് 3 × 5, അങ്ങനെയാണ് 5 ഉണ്ടാവുക. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? 5 ഉണ്ടാവുള്ളൂ. അപ്പൊ 100/5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100/5 ചെയ്താല് 100ൽ എത്ര 5ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് കിട്ടൂലേ? 100/5 ചെയ്താൽ 100ൽ എത്ര 5ന്റെ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് കിട്ടും. എത്ര? അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതേപോലെ 5, 10, 15, 20 അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ 20 5 ഉണ്ട്, 20 0 എന്തായാലും ഉണ്ടാവും. 20 0 എന്തായാലും ഉണ്ടാവല്ലോ. ഉറപ്പല്ല? എല്ലാവർക്കും ഉറപ്പല്ല? എല്ലാവർക്കും സംശയം ഉണ്ടോ? ഇല്ല. യെസ്. അവിടെ എന്ത് സംഭവിച്ചു? 25 വരുമ്പോ എന്ത് സംഭവിച്ചു? 5² ആയില്ലേ? 25 എന്ന് പറയുമ്പോൾ ഇവിടെ 3 × 5 25 നമ്മൾ എങ്ങനെ എഴുതാം? 5 × 5. അപ്പോൾ ഒരു 5ഉം കൂടെ കൂടുതൽ വന്നു. അപ്പോൾ 20 ഉള്ള 21 ആയി. 50 ആണെങ്കിലോ? 50 ആണെങ്കിൽ അഗെയിൻ ഒരു 5 കൂടെ വന്നില്ലേ? അല്ലേ? 2 × 25 ആണ് 50. 2 × 25 ആണ് 50. 2 അവിടെ വെക്കട്ടെ. 25 എന്ന് പറഞ്ഞാൽ എന്താ? 5 × 5 ആണ്. ഒരു 5ഉം കൂടെ വന്ന് അല്ലേ? അപ്പോൾ 50ൽ ഒരു 5 ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? 100 എൻ്റെ മുന്നേ 75. കാരണം എന്താ? 3 × 25. മനസ്സിലായോ? അപ്പോൾ അതിലും ഒരു 5 എക്സ്ട്രാ വരും. 100ലും ഒരു 5 എക്സ്ട്രാ വരും. ഇപ്പൊ എത്ര 5 എക്സ്ട്രാ വന്ന്? 4 5 എക്സ്ട്രാ വന്ന്. അപ്പൊ ആദ്യം 20 കിട്ടി, ഇപ്പൊ 4ഉം കിട്ടി. ടോട്ടൽ എത്രയാ? 24 ഉണ്ടാവും. ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ട്രിക്ക് പറഞ്ഞേട്ടെ. എന്ത് ചെയ്താൽ മതി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആദ്യത്തെ ഞാൻ പറഞ്ഞു. ആദ്യം 100/20 100/5 ചെയ്താൽ 20 കിട്ടും. എന്താ പറഞ്ഞ? 20നെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ 100/5 ആ കിട്ടുന്ന നമ്പറിനെ 25 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരാ. ഇപ്പൊ എത്ര കിട്ടും? 4 കിട്ടും. മനസ്സിലായോ? അപ്പൊ 100നെ ആദ്യം 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 100നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ എന്തും കൂടെ ചെയ്യാം? 100നെ 25 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? അപ്പൊ എത്ര കിട്ടും? 4 കിട്ടും. 24 ആയിരിക്കും ആൻസർ. റിമൈൻഡർ വന്നാൽ പറഞ്ഞുതരാം. സപ്പോസ് നമ്മളോട് ചോദിച്ചു ഒരു എത്രയാ? ഒരു 130 ചോദിച്ചു. 130 1 മുതൽ 130 ഇതേപോലെ എഴുതി. ഇത് ഇപ്പൊ 100 വരെ ഉള്ളല്ലോ നമ്മൾ നോക്കിയാ. ഇനി 130 വരെ എഴുതി. അപ്പൊ എത്ര ഉണ്ടാവും? 5ന്റെ തന്നെ. ചെയ്തോക്ക്. ഫുള്ള് ആലോചിച്ച് കണ്ടുപിടിക്കണ്ട. എത്ര ഉണ്ടാവും? ആദ്യം എന്ത് ചെയ്യാം? 130/5 130/5 ഇത് എത്ര കിട്ടും? 26. പിന്നെ എന്ത് ചെയ്യണം? 130/5 എത്ര കിട്ടും? 5ഉം പിന്നെ റിമൈൻഡറും കിട്ടും. ആ റിമൈൻഡർ അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 5. കാരണം എന്താ? 25 50 75 100 125 ഈ 5 എണ്ണത്തിലാണല്ലോ ഉണ്ടാവുക. യെസ്. ഇനി എന്ത് ചെയ്യണം? 26 + 5 31 ആണോ ആൻസർ? അല്ല, 31 അല്ല.
31 ആൻസർ, 32 ആൻസർ. എന്ത് ചെയ്യണം? ഇവിടെ ആരും കൂടെ വന്നു 125 ഇതിന്റെ ഇടയിൽ വന്നില്ല. നമ്മൾ 1 മുതൽ 130 വരെയുള്ള പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ 125 അതിൽ വന്നേ. 125 വരുമ്പോൾ 125 എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെ ക്യൂബാ. 5 × 5 × 5 ആണ് എന്ത്? 125. അപ്പൊ അതിലൊരു 5ഉം കൂടെ എക്സ്ട്രാ ആഡായി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ആലോചിക്കണം. അപ്പം 1 മുതൽ 100 വരെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്താ 5 കൊണ്ടും ഡിവൈഡ് ചെയ്യുക, 25 കൊണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. ഇനി 1 മുതൽ 200 വരെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അഗൈൻ 125 കൂടെ ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആണ്? സെറ്റാണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്ത എന്താ? എന്താ ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ പകുതിയുടെ പകുതി 5 ആയാൽ സംഖ്യ എത്ര? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ഭയങ്കര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്നാ ചെയ്യണേ? ഞാൻ ആറ് ചോദിക്കാം. ഒരു സംഖ്യയുടെ 5 മടങ്ങിനോട് 5 കൂട്ടിയപ്പോൾ 50 കിട്ടി. സംഖ്യ എത്ര? ഓ, ഫാസ്റ്റ് ആണല്ലോ, സ്പീഡായിട്ട് കാൽക്കുലേഷൻ പറയണ്ടല്ലോ. ഓക്കെ, എന്നാ വേറെ ചോദിക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 10 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 40 കിട്ടി. യെസ്, ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ് വെച്ച് ചെയ്യാൻ, നമുക്ക് അറിയാത്ത നമ്പറിനെ എക്സ് വെച്ച് ചെയ്യാനൊക്കെ അറിയില്ല, പറയേണ്ട ആവശ്യമില്ലല്ലോ. അറിയാത്ത നമ്പർ എക്സ് എടുക്കുക. ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പർ എത്ര? 3 കൊണ്ടാണെങ്കിൽ 3x കൊടുക്കുക. ആഡ് ചെയ്യാനുണ്ടെങ്കിൽ 3x + 5 = ആ നമ്പർ എഴുതിയിട്ട് സോൾവ് ചെയ്യാം. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? ബേസിക് കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യനാ? നാലാമത്തെ ക്വസ്റ്റ്യൻ. 5 + 6 + 101. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കിട്ടുക? യെസ്, എത്ര കിട്ടുക? 5ന്റെ എല്ലാ 5 ആണെങ്കിലും 5² ആണെങ്കിലും 5³ ആണെങ്കിലും 5² എത്രയാ? 5³ എത്രയാ? 125. അപ്പൊ 5ന്റെ എല്ലാ കൃതികളിലും ഓക്കെ, എല്ലാ പവേഴ്സിലും നമുക്ക് അവസാനം എന്താ കിട്ടുക? 5 ആണ് കിട്ടുക. ഓക്കെ, 6ന്റെ ആണെങ്കിലോ? 6ന്റെ അങ്ങനെ തന്നെയാണ്. എത്ര കിട്ടുക? 6 കിട്ടുക. അപ്പൊ അവസാന ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? 5ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എത്ര വരിക? 11. ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മൾ ചെയ്ത് നോക്കാം. 7 raised to 2026 plus 9 raised to 2025. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ്, ഇതിന്റെ സമ്മിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയായിരിക്കും? 7ന്റെ എന്താ വരാ? 7ന്റെ എന്താ വരാ? 7ന്റെ എന്താ വരാ? പറ, എങ്ങനെ കിട്ടുക? യെസ്, 7ന്റെ നമ്മൾ എങ്ങനെ നോക്കാം? 7ന്റെ എങ്ങനെ നോക്കാം? 7 raised to 1 ആണെങ്കിൽ എന്തായിരിക്കും? 7 ആയിരിക്കും. 7² ആണെങ്കിലോ? 7² 49 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ 9 ആയിരിക്കും. 7 ക്യൂബിൽ എന്താ വരാ? 7 ക്യൂബിൽ എന്താ വരാ? 7 × 9 ചെയ്യാം. എത്ര കിട്ടും? 7 × 9 എത്ര? 63 ആണ്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 3. അടുത്തതോ 7 raised to 4 ആണെങ്കിലോ എത്ര വരാ? 3 × 7 വരും, ദാറ്റ് ഈസ് 21. അപ്പൊ അതിന്റെ 1 വരും. അടുത്ത 7 raised to 5ലേക്ക് പോകുമ്പോൾ എന്ത് വരും? 1ഉം 7ഉം കൂടെ 7 വരും. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും അല്ലേ? അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 7 raised to 2026 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് വരെ പോകും? യെസ്, ഇത്ര റിമൈൻഡർ വരും. 2024 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 2 റിമൈൻഡർ വരും. അപ്പോൾ 7² നോക്കിയാൽ മതി. 7² ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 9 പ്ലസ് ഇനി എന്താ നോക്കണ്ടേ? 9ന്റെ എങ്ങനെ വരുന്നത്? 9 raised to 1. യെസ്,
9 ആണെങ്കിൽ 9^1 ആണെങ്കിൽ 9, 9 സ്ക്വയർ ആണെങ്കിൽ 18 ആണ് 8, 9 ക്യൂബ് ആണെങ്കിലോ 9 ക്യൂബ് ആണെങ്കിലോ ലാസ്റ്റ് എന്താ വരാ 9 × 8. സോറി മാറിപ്പോയി, അങ്ങോട്ട് മാറിപ്പോയി. 81. 9 ക്യൂബ് ആകുമ്പോൾ എന്താ വരാ 1 × 9 അഗെയിൻ. ഇവിടെ ലാസ്റ്റ് 9 വരും. 9^4 ആകുമ്പോൾ ലാസ്റ്റ് 1 വരും. അപ്പോൾ ഓടാണെങ്കിൽ ലാസ്റ്റ് എന്താ വരാ 9 വരാ. ഈവൻ ഇതാണെങ്കിലോ ഈവൻ പവർ ആണെങ്കിലോ ലാസ്റ്റ് 1 വരും. ഇവിടെ ഏതാ ഓടാണ്. അപ്പൊ ലാസ്റ്റ് എന്താ വരാ 9. അപ്പൊ ഇവിടെ എന്ത് വരും 18 വരും. ലാസ്റ്റ് ഏതായിരിക്കും 8 ആയിരിക്കും. യെസ്, ക്ലിയർ അല്ലേ? പിന്നെ ഇത് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ അല്ലേ? 3ന്റെ ചോദിച്ചാലോ 4ന്റെ ചോദിച്ചാലോ 5ന്റെ ചോദിച്ചാലോ ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ. 8 സെന്റിമീറ്റർ നീളവും 5 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ദീർഘചതുരത്തെ 1 സെന്റിമീറ്റർ വശമുള്ള ചെറിയ കള്ളികളായിട്ട് തിരിച്ചാൽ അതിലെല്ലാ വലിപ്പത്തിലുമുള്ളതായി ആകെ എത്ര സമചതുരങ്ങളുണ്ട്? A rectangle of length 8 cm and width 5 cm is divided into small squares of side 1 cm. How many squares of all possible sizes are formed in total? എങ്ങനെ കിട്ടാ? എങ്ങനെ കിട്ടും? ഏരിയ എത്ര കിട്ടാ? അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഇപ്പൊ എന്താ ഉള്ളത്? റെക്ടാങ്കിൾ അല്ല ഉള്ളത്. 8 സെന്റിമീറ്റർ നീളം, എത്ര സെന്റിമീറ്റർ വീതി? 5 സെന്റിമീറ്റർ വീതിയും. അതിന് എത്ര എണ്ണാക്കി മുറിക്കുന്നുണ്ട്? എത്ര കഷ്ണാക്കിയിട്ടാണ് മുറിക്കുന്നത്? 1 സെന്റിമീറ്റർ സൈഡുള്ള സമചതുരങ്ങളായിട്ട് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ആയിട്ട് മുറിക്കുന്നുണ്ട്. അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവും? 40 എണ്ണം ഉണ്ടാവും. അപ്പൊ 40 ആണ് ആൻസർ. ഉറപ്പാ? എന്നാ തെറ്റാ? ക്വസ്റ്റ്യൻ വായിക്കാം ഒന്നുകൂടി. വായിച്ചു നോക്കെ. എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്. അപ്പൊ എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ വലിപ്പത്തിലുമുള്ളതായ ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് ഓൾ പോസിബിൾ സൈസസ്? അല്ലേ? എന്താ മനസ്സിലായോ? ഇല്ല. ഹൗ മെനി സ്ക്വയേഴ്സ് ഓഫ് ഓൾ പോസിബിൾ സൈസസ്. ഇങ്ങനെ നമ്മൾ ഇപ്പൊ ഇപ്പൊ റെക്ടാങ്കിൾ വരച്ചിട്ട് ഇതിപ്പോ ഞാനിവിടെ ഒരു എത്രയാ ഒരു 3 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുള്ള ഒരു റെക്ടാങ്കിൾ ഞാൻ വരച്ചു. അതിനെ ഞാൻ 1 സെന്റിമീറ്റർ ഉള്ള സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇതേമാതിരി ഉണ്ടാവും. 1 സെന്റിമീറ്റർ ഉള്ള സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇതേപോലെ ഉണ്ടാവും. ഇതിൽ എന്നോട് ചോദിക്കുകയാണ് ഇതിൽ എത്ര 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? 2 × 3 6. 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയേഴ്സ് എത്ര ഉണ്ട് ചോദിച്ചാൽ 6 ആയിരിക്കും ആൻസർ. പക്ഷെ എന്താ ചോദിച്ചേ? എല്ലാ വലുപ്പത്തിലും ഉള്ളതായിട്ട് ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്താ? അപ്പൊ ഏത് ഈ ചെറിയ സ്ക്വയേഴ്സ് മാത്രം കൂട്ടിയാൽ മതിയോ? പോരാ. പിന്നെ ഏതാ വലിയ സ്ക്വയർ ഉണ്ട്? ഏതാ? 4 വരോ? ഏതൊക്കെ വരും? 4 കൂട്ടിയിട്ട് ഈ 4 കൂട്ടിയിട്ട് ഒരു സ്ക്വയർ അവിടെ ഉണ്ടാവും. ഈ 4 കൂട്ടിയിട്ട് വേറെ സ്ക്വയർ അവിടെ ഉണ്ടാവും. അപ്പൊ എന്ത് കൂടെ കൂട്ടണം? ഈ 6ന്റെ കൂടെ പ്ലസ് 2 കൂടെ കൂട്ടിയിട്ട് ഇത്ര ആയിരിക്കും ആൻസർ? 8 ആയിരിക്കും ആൻസർ. അങ്ങനെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ഇത്ര ആയിരിക്കും. സപ്പോസ് നമ്മള് റെക്ടാങ്കിളിന്റെ കേസ് വിടാം. സ്ക്വയറിന്റെ കേസാന്ന് വിചാരിക്കാം. സ്ക്വയറിന്റെ കേസാണ്. യെസ്. ഇതിപ്പോ എത്രയാ? 3 × 3 അല്ലേ? 3 സെന്റിമീറ്റർ ഉള്ള ഒരു വലിയ സ്ക്വയർ ആണ് വരച്ചിട്ടുള്ളത്. അതിനെ 1 സെന്റിമീറ്റർ സൈഡുള്ള സ്ക്വയേഴ്സ് ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിലെല്ലാ വലുപ്പത്തിലുമുള്ള എത്ര സ്ക്വയേഴ്സ് ഉണ്ട് ചോദിച്ചാലോ? കുറച്ച് കഷ്ടപ്പാടല്ലേ? എണ്ണി കണ്ടുപിടിക്കണം അല്ലേ? എത്ര ആവും? 14 എങ്ങനെ കിട്ടുക?
എത്രയാണ്? 14 ആണോ 15 ആണോ 13 ആണോ? എങ്ങനെ കിട്ടുക? 14 ആരാ പറയുന്നത്? 14 എങ്ങനെ കിട്ടുക? 14 എങ്ങനെ കിട്ടുക? ആ യെസ്. എങ്ങനെ നോക്കിയാൽ മതി? എന്ത് നോക്കിയാൽ മതി? ഈ കേസ് ആവുമ്പോൾ എന്ത് ചെയ്താൽ മതി? 3 × 3 3 × 3 അത്ര ഉണ്ടാവും, 9 എന്തായാലും ഉണ്ടാവും. പ്ലസ് എന്ത് ചെയ്യുക? 3 1 കുറയ്ക്കുക, 3 1 കുറയ്ക്കുക, എത്ര വരും? 2 × 2 അല്ലെങ്കിൽ 2 സ്ക്വയർ പ്ലസ് എന്തും കൂടെ ഉണ്ടാവും? 1 സ്ക്വയർ 1 × 1. ഇത്രയും സ്ക്വയർസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ എണ്ണി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? 3 × 3 പ്ലസ് 2 × 2 പ്ലസ് 1 × 1 ചെയ്താൽ മതി. ഇനി ഞാൻ ചോദിക്കട്ടെ, n നമ്പർ എന്താ പറയുക, ഒരു വലിയ സ്ക്വയർ ഉണ്ട്, n സൈഡുള്ള സ്ക്വയർ. ഓക്കെ, n എന്നുള്ള സൈഡുള്ള സ്ക്വയർ ആണെങ്കിലോ അതിന് എത്ര ഉണ്ടാവും? യെസ്, എന്താ വരാ? n-1 സ്ക്വയർ പ്ലസ് -2 എക്സെട്ര പ്ലസ് എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരെ അല്ലേ? അല്ല, എന്നിപ്പോൾ 5 ആണെങ്കിൽ ഇവിടെ 5 ഇട്ട് കൊടുക്കുക. 5 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് അങ്ങനെ പോകും. സ്ക്വയേഴ്സിന്റെ കേസ് ആണ് അങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിളിന്റെ കേസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? റെക്ടാങ്കിളിന്റെ കേസ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് 3 ന്ന് 1 കുറച്ചു, 3 ന്ന് 1 കുറച്ചു, 2 × 2. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഏതായിരുന്നു ക്വസ്റ്റ്യൻ? 8 × 5 അല്ലേ? 8 × 5 അല്ലേ? 8 ന്ന് 1 കുറയ്ക്കുക 7, 7 × 5 ന്ന് 1 കുറയ്ക്കുക 6. അടുത്ത എന്ത് ചെയ്യുക? 6 × 5. മനസ്സിലായോ? ഇല്ല? സോറി 5 ന്ന് 1 കുറയ്ക്കുമ്പോൾ 4, ഇവിടെ 3. ഇനി എന്ത് വരും? 5 × 2 പിന്നെ 4 × 1. ഇത്രയും ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇത്ര കിട്ടാ? ചെയ്തോക്കെ. ഇത്ര കിട്ടും. എത്ര? 5 8 40 100 ആണോ? 72 ഏതാണ്? 40. സോറി 100 കിട്ടുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പോൾ എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും? 100 സ്ക്വയേഴ്സ് ഉണ്ടാവും. പിന്നെ ഏത് ചോദിച്ചാലും അറിയാൻ പറ്റില്ല ഇനി അല്ലേ? റെക്ടാങ്കിളിൻ്റെ കേസ് ചോദിച്ചാലും സ്ക്വയറിൻ്റെ കേസ് ചോദിച്ചാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കണം. 1 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയർ മാത്രമാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആ ഏരിയ കണ്ടാൽ മതി. 5 × 8 ചെയ്തിട്ട് 40 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി എല്ലാ വലുപ്പത്തിലുമുള്ളതെന്ന് ചോദിച്ചാലോ? ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ഡിസ്റ്റ് ചെയ്ത് ചോദിച്ചു, എല്ലാ വലുപ്പത്തിലുമുള്ള. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡിൽ ആൻസർ കണ്ടുപിടിക്കണം. യെസ്, ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടി വി സെറ്റിന്റെ വില ആദ്യം 25% വർദ്ധിപ്പിച്ചു, പിന്നീട് 25% എന്ത് ചെയ്തു? കുറച്ചു. എത്ര പറയാ? ഒന്നാണോ പറയാ? 25% കൂട്ടി 25% പിന്നെ കുറച്ചു. അങ്ങനെയാണെങ്കിൽ ആകെ ടി വിയുടെ വിലയിൽ എത്ര ശതമാനം? ഒന്നാണോ പറയാ? ഇപ്പൊ 100 ടി വിന്റെ വില, 100 ടി വിന്റെ വില എങ്കിൽ 25% കൂട്ടുമ്പോൾ എത്ര സംഭവിക്കും? 100 25% കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? 25% ഇൻക്രീസ് ചെയ്തു. എത്ര ആവും? 125. 100നോട് 25% കൂട്ടുകയെന്ന് പറഞ്ഞാൽ 125. 100ന്റെ 50% കൂട്ടുകയെന്ന് പറഞ്ഞാൽ 150. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പെർസെൻറ്റേജ് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ഇതേപോലെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 100 എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. 100 എന്നുള്ള നമ്പർ എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ മതി. അറിയാലോ അല്ലേ? അപ്പോൾ 125 ഇനി എന്ത് ചെയ്യണം? ഇതിന്ന് 25% കുറച്ചു എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? 125ന്റെ എന്താ കുറയ്ക്കുന്നത്?
125-ന്റെ 25% പിന്നെ കുറയ്ക്കുന്നത്. അപ്പൊ എത്ര കിട്ടും? 125 ഇൻറ്റു 125/100 നമ്മൾ കുറയ്ക്കേണ്ട എമൗണ്ട്. എത്ര കിട്ടുക? എത്ര കിട്ടും? ചെയ്ത് നോക്കാം. എത്ര കിട്ടും? 125/25 125 എന്ന് പറഞ്ഞാൽ എന്താ? 100 പറഞ്ഞാൽ 125 പറഞ്ഞാൽ 100 + 25. 100 + 25/25 മനസ്സിലായോ? 100 + 25/25 ഇങ്ങനെ ചെയ്താ പോരാ? 100 × 25 എത്രയാ? 100 × 25 എത്രയാ? എത്രയാ? 2500. 25 × 25 എത്രയാ? 625. 2500 + 625 3125. യെസ്. ബൈ എന്ത് ചെയ്യുന്നുണ്ട്? ബൈ 100. ഇപ്പൊ എത്ര കിട്ടും? 31.25 അല്ലേ? ബൈ 100 ചെയ്യുമ്പോൾ 31.25. അപ്പൊ എത്ര കുറയും? എത്ര കുറയും? യെസ്. എത്ര കുറയും? 125 എന്നാണ് നമ്മളിപ്പോ കുറയ്ക്കുന്നത് അല്ലേ? 125 ഇപ്പോൾ ഉള്ള വില. അതിൽ നിന്നാണ് നമ്മൾ ഈ 31.25 കുറയ്ക്കുന്നത്. 125 മൈനസ് 31.25 അല്ലേ? 31.25 എത്ര കിട്ടുക? എത്ര കിട്ടും? എത്ര കിട്ടും? 93.75 എന്നാണ് പറയാ. 75 എന്നാണ് പറയാ. 5 അല്ലേ? 75. യെസ്. കൂട്ടി പറയാ? 75 പറയാ? ഇല്ലല്ലോ. 75. അപ്പൊ 93.75 കിട്ടുക. പക്ഷെ നമ്മളോട് എന്താ ചോദിച്ചത്? ഇതാണോ ചോദിച്ചത്? എത്ര കുറഞ്ഞിട്ടുള്ള അതിന്റെ? യെസ്. എന്താ പറഞ്ഞിട്ടുള്ള? എത്ര ലാഭം അല്ലെങ്കിൽ എത്ര നഷ്ടം ഉണ്ടായി? എത്രയായിരിക്കും? ആദ്യം നമ്മളെടുത്തുള്ളതിന്റെ പൈസ എത്രയാ? ആദ്യം ആ ടീമിന്റെ പൈസ എത്രയാ? 100. ഇപ്പൊ അതിന്റെ പ്രൈസ് എത്രയാ? നമ്മൾ എത്രയാണ് വിൽക്കുന്നത്? 93.75. 93.75 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 6.25. 6.25. ഓക്കെ, ക്ലിയർ ആണ്? ഇതേ സെയിം ക്വസ്റ്റ്യൻ, ഇതേ സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്മളൊരു നമ്പർ കൂട്ടി ഒരു നമ്പർ സെയിം നമ്പർ തന്നെ കുറയ്ക്കാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന മൊത്തത്തിലുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം, അവിടെ എന്താ ഉണ്ടാവുക? നഷ്ടമാണ് ഉണ്ടാവുക. ആ നഷ്ടം കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ X% ആണ് കൂട്ടുന്നതും കുറയ്ക്കുന്നതെങ്കിൽ -x²/100 ആയിരിക്കും. എന്ത്? x²/100 ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത്. മൈനസ് എന്ന് പറഞ്ഞാൽ നഷ്ടം എന്നുള്ള കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് ഇട്ടത്. x²/100 ആയിരിക്കും അവിടുത്തെ എന്ത് വരുന്ന നഷ്ടം വരുന്നത്. x²/100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -100. x²/100 ചെയ്യുമ്പോൾ 25 അല്ലേ? 25² ചെയ്യാം. 25² നമുക്കറിയാം 625/100 ആണ്. 6.25. ആൻസർ കിട്ടിയില്ലേ? എന്ത് ചെയ്താൽ മതി? x²/100 ചെയ്താൽ മതി. എന്താണ് ഉണ്ടാവുക അവസാനം? ലാഭമാണോ നഷ്ടമാണോ? നഷ്ടമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, സെയിം നമ്പർ കൂട്ടുകയാണെങ്കിലും കുറയ്ക്കുകയാണെങ്കിലും ഒക്കെ എന്താ ഉണ്ടാവുക? നഷ്ടമാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തില്ല? അങ്ങനെ ആകുമ്പോൾ മാറും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ല 25% കണ്ടിട്ട് അങ്ങനെ വരുമോ? ചെയ്ത് നോക്കേണ്ടി വരും. ചെയ്ത് നോക്കുന്നാൽ ക്ലോക്കിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ അറിയാം? ചെയ്തു എങ്ങനെ കണ്ടുപിടിക്കാം? 30 ഇൻറ്റു 30 ഇൻറ്റു 30 ഇൻറ്റു ഹവർ മൈനസ് 10/2 ഇൻറ്റു മിനിറ്റ്. ഇതിന്റെ ഓക്കെ, എങ്ങനെയാണെങ്കിൽ ആ ഇത് കണ്ടുപിടിച്ചോ, ആംഗിൾ കണ്ടുപിടിച്ചോ. എത്ര കിട്ടും?
30 ഇൻറ്റു ഹവർ എത്രയാ? ഹവർ 9 ആണ്. 9 മൈനസ് 11/2 ഇൻറ്റു എത്ര വരും? 20. യെസ്. അപ്പം 270 മൈനസ് എത്ര കിട്ടുക? 160 ഡിഗ്രി ആണ് ആംഗിൾ എന്ന് പറയാം. ഈ 30 hour മൈനസ് 11/2 എമ്മിൻ്റെ അബ്സല്യൂട്ട് ഈ അക്യൂട്ട് ആംഗിൾ എഴുതിയാൽ മതി. അക്യൂട്ട് ആംഗിൾ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അല്ല 2 ആംഗിൾ എഴുതാറുണ്ടോ? അക്യൂട്ട് ആംഗിൾ അല്ല എഴുതാ? യെസ്, സോറി, അക്യൂട്ട് ആംഗിൾ അല്ല, ആ ചെറിയ ആംഗിൾ ആണ് നമ്മൾ എഴുതാം. ഓക്കെ, അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 90നേക്കാളും കുറവുള്ള ആംഗിൾ. അങ്ങനെയാണ് 90ൽ കൂടിയ ആംഗിൾ എന്താ പറയാ? 90 നമ്മൾ എന്താ പറയാ? യെസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാ? 160 ഡിഗ്രി. 30 hour മൈനസ് 11/2 എമ്മിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? പോസിറ്റീവ് വാല്യൂ ആക്കി മാറ്റണം. അതിനാണ് ഇവിടെ 2 വര ഇട്ടത്. അതെന്താ? അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ എന്താക്കുക? പോസിറ്റീവ് വാല്യൂ ആക്കാം. പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിലോ ആക്കണോ? വേണ്ട, പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത് തന്നെ എഴുതിയാൽ മതി. നെഗറ്റീവ് കിട്ടിയാൽ എന്ത് എഴുതണം? പോസിറ്റീവ് ആക്കിയിട്ട് എഴുതാം. യെസ്, ഇക്വേഷൻ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. യെസ്, എങ്ങനെ കണ്ടുപിടിക്കാം? 5ൻ്റെയും ഇപ്പോൾ നമ്മൾ 2 എന്താ പറയുക 12 ഉണ്ടാവും, 1 ഉണ്ടാവും. ആ 2 12ൻ്റെയും 1ൻ്റെയും ബിറ്റ്വീൻ ആയിട്ടുള്ള ആംഗിൾ എത്രയാ? യെസ്, എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഓക്കെ, മുന്നോട്ട് പോകും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ? മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണോ ചോദിച്ചത്? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ ആ മുന്നോട്ട് പോകുന്നതൊക്കെ ഇതിൽ ആഡ് ആയിട്ടാണ് വരിക, ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരിക. ഓക്കെ, മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? ഇപ്പം മിനിറ്റ് എത്രയാണ്? ഇപ്പം 10 മിനിറ്റ് ആണ് ആവുന്നതെങ്കിൽ, 10 മിനിറ്റ് ആണ് മാറിയതെങ്കിൽ എന്ത് ചെയ്യണം? 10 മിനിറ്റ് ആണ് മാറുന്നതെങ്കിൽ, സപ്പോസ് ഇവിടെ നിന്ന് 15 മിനിറ്റ് മാറിയാൽ എത്ര ഉണ്ടാവും? 15 മിനിറ്റ് മാറിയാൽ 1/4. ഇതിൻ്റെ 1/4 മാറിയില്ലേ? അപ്പം 30 ഡിഗ്രീൻ്റെ 1/4 മാറും. മനസ്സിലായോ? 30 × 1/4 ആയിരിക്കും. 10 മിനിറ്റ് ആണെങ്കിൽ 10/60 × 30. മനസ്സിലായോ? മാറും. അതാണ് പറഞ്ഞത്. അവിടെ എന്ത് യൂസ് ചെയ്താൽ മതി? ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഓക്കെ, യെസ്. അടുത്ത നോക്കാം. 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 2630 ആണെങ്കിൽ വലിയ 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്ര? 3 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം, 3 പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2630 ആണെങ്കിൽ അതിലെ വലിയ 2 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എത്ര? എങ്ങനെ കിട്ടും? യെസ്, എന്ത് ചെയ്താൽ മതി? 2 ഡിവൈഡ് ചെയ്താൽ പോരെ? 2630 എന്ന് പറഞ്ഞാൽ എത്രയാ? 2630 എന്ന് പറഞ്ഞാൽ എന്ത് നമ്പറാ? ഈവൻ ആണോ ഓടാണോ? ഈവൻ നമ്പർ ആണ്. ഒരു ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ ഒരു 2 വേണം അല്ലേ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 വേണം. അപ്പോൾ ഇവിടെ ഫുള്ള് പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ഇതിൽ എന്തായാലും ഉണ്ട്. മനസ്സിലായോ? 2 ഇതിൽ എന്തായാലും ഉണ്ട്. ബാക്കി 2 നമ്പേഴ്സ് വേറെ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും? 3 പ്രൈം നമ്പേഴ്സ് ആണല്ലേ. ഓക്കെ, അപ്പോൾ 2 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 2 നമ്പേഴ്സ് എന്തായിരിക്കും? 2നേക്കാളും കൂടിയ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. യെസ്, അപ്പോൾ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? 2630നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 1315 ആയിരിക്കും ആൻസർ. യെസ്, 4, 5, 6 എന്നിവ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന 4, 5, 6 എന്നിവ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
യെസ്. എങ്ങനെ കിട്ടും? എന്ത് ചെയ്താൽ മതി? 4, 5, 6 ആണ് നമ്പേഴ്സ്. 4 × 5 4, 5, 6 ആണ് നമ്പേഴ്സ്. ഇതിന് എന്ത് കാണണം? യെസ്. ഇതിന്റെ എന്ത് കാണണം? LCM കാണണം. എന്താ LCM എന്ന് പറഞ്ഞാ? LCM എങ്ങനെ കണ്ടുപിടിക്കും? യെസ്. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് LCM കണ്ടുപിടിക്കാൻ അറിയോ? എങ്ങനെ ചെയ്യാം? 4ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 4ന്റെ ഏതാ? 2 സ്ക്വയർ. 5ന്റെ 5 തന്നെ. 6ഓ 2 × 3. എന്നിട്ട് ഇതിന്ന് ഞാൻ എങ്ങനെ പ്രൈം LCM എഴുതാ? ഇതിന്ന് ഞാൻ എങ്ങനെ LCM എഴുതാ? എല്ലാം കൂടി ഗുണിക്കണോ? കോമൺ ആയിട്ടുള്ളതാണോ എടുക്കേണ്ടേ? ഏതാ എടുക്കണ്ടേ? HCFലാണ് കോമൺ ആയിട്ടുള്ള എടുക്കണ്ടേ? എല്ലാം എടുക്കണം. എല്ലാം കൂടെ ഗുണിക്കണോ? മൊത്തത്തിൽ ഗുണിക്കണം. 4 × 5 × 6 ഗുണിക്കണോ? വേണോ? LCM ആണ് ചോദിക്കുന്നത് കേട്ടോ. LCM ആണ് ചോദിക്കുന്നത്. LCM ഓഫ് 4, 5, 6. എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞതാ. എന്താ ചെയ്യണ്ടേ? ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഏത് നമ്പർ ആണോ തന്ന ആ നമ്പേഴ്സിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. എന്നിട്ട് ആ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഏതൊക്കെ ഫാക്ടേഴ്സ് ആണോ ഉള്ളത് ആ ഫാക്ടേഴ്സ് ഒക്കെ എഴുതാം. ഇവിടെ ഏതൊക്കെയാ ഉള്ളത്? 2 ഉണ്ട്, 2, 5 ഉണ്ട്, പിന്നെ 3. അപ്പൊ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കണം. ഇവിടെയുള്ള ഓരോന്നിന്റെയും ഹയസ്റ്റ് പവർ ഏതാണെന്ന് നോക്കണം. 2ന്റെ ഹയസ്റ്റ് പവർ ഏതാ അവിടെ ഉള്ളത്? 2ന്റെ ഹയസ്റ്റ് പവർ ഏതാ ഉള്ളത്? 2 സ്ക്വയർ അല്ലേ? അപ്പൊ ഇവരെ 2 സ്ക്വയർ ആക്കി മാറ്റണം. ഈ 3ന്റെ ഹയസ്റ്റ് പവർ ഏതാ ഉള്ളത്? 1 ഉള്ളത്. 3. അപ്പൊ ഇവിടെ 1 മതി. ഇവിടെ ഇപ്പൊ സ്ക്വയർ ആണെങ്കിലോ, അല്ലെങ്കിൽ ഇവിടെ സ്ക്വയർ ഇല്ല, ഇവിടെ 1ഉം ഇവിടെ × 3 ക്യൂബ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിലോ ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം? 3 ക്യൂബ് കൊടുക്കണം. അല്ല 4 അല്ല. ഞാൻ എന്താ കൊടുക്കണ്ടേ? ഹയസ്റ്റ് പവർ ഏതാ അതാണ് കൊടുക്കണ്ടേ. എല്ലാം കൂട്ടി കൊടുക്കണ്ട. മനസ്സിലായോ? അപ്പൊ ഇവിടെ ക്യൂബ് ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ക്യൂബ് കൊടുക്കണം. മനസ്സിലായോ? അറിയാത്തൊരു പഠിച്ചു വെച്ചോ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അതിലെ എല്ലാ പ്രോഡക്ട്സിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്തതിൽ നമ്മൾ എന്താ കൊടുക്കേണ്ടേ? ആ പ്രോഡക്ട്സിലുള്ള ഏറ്റവും വലിയ കൃതി ഏതാണ്, ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താ വരിക? 2ന്റെ ഹയസ്റ്റ് പവർ സ്ക്വയർ, 3ന്റെ ഹയസ്റ്റ് പവർ 1, 5ന്റെ ഹയസ്റ്റ് പവർ 1 തന്നെയാണ്. അപ്പൊ 2 സ്ക്വയർ × 3 × 5 എത്രയാ വരിക? 4 × 3 × 5. 3 × 4 12 × 5 എത്രയാ? 60. അപ്പൊ എത്രയാ LCM വരിക? 60. അപ്പൊ ഇനി ഏത് വലിയ നമ്പർ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കണ്ടുപിടിച്ചുകൂടാ? ഈസി ആയിട്ട് കണ്ടുപിടിച്ചുകൂടാ? യെസ്. ആൻസർ എന്താ വരിക? 60 ആണോ ആൻസർ? എന്താ വരിക? അങ്ങനെ കിട്ടുക? നമ്മളോട് എന്താ ചോദിച്ചേ? 3 അക്ക സംഖ്യ ചോദിച്ചേ. 3 അക്ക സംഖ്യ ഏതായിരിക്കും? എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 100 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 100ന്റെ മേലക്കുള്ള നമ്പർ ആയിരിക്കും അല്ലേ? 100 അല്ലെങ്കിൽ അതിന്റെ മേലക്കുള്ള നമ്പർ ആയിരിക്കും. അപ്പൊ അത് എന്താ ആവണം? ഈ 16ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. മനസ്സിലായോ? 16ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 100ന്റെ മേലക്കുള്ള 16ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 2 × 60 എത്രയാ? 2 × 60 എത്രയാ? 120. അപ്പൊ നമുക്ക് വേണ്ടി ആൻസർ ഏതായിരിക്കും? 120. യെസ്. അങ്ങനെ ചെയ്യാം. കറക്റ്റാണ്. ഇനി നമുക്ക് വലിയ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബാക്ക് സൈഡുള്ള ക്വസ്റ്റ്യൻ എടുത്താം. എന്നാല് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ 14. നമ്മൾ തുടക്കിയ അവിടെ തന്നെ ആയിരിക്കും. എന്താ എന്താ ക്വസ്റ്റ്യൻ? എന്താ? ഒരു ജോലി ചെയ്തു തീർത്ത വകയിൽ കിട്ടിയ തുക ജോലിക്കാരായ 9 പേർക്ക് തുല്യമായി വീതിച്ചു. ഓരോരുത്തർക്കും 708 രൂപയും ബാക്കി 3 രൂപയും ഉണ്ടാകുമെന്ന് മേസ്ത്രി പറഞ്ഞു.
ഭാഗിച്ചതിൽ തൃപ്തിയാകാത്ത ഒരാൾ ഒന്നുകൂടി ഭാഗിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മേസ്തിരിക്ക് അബദ്ധം മനസ്സിലായത്. ഹരിക്കപ്പെട്ട സംഖ്യയിലെ 10ന്റെയും 1000ന്റെയും സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറിപ്പോയിരിക്കുന്നു. എങ്കിൽ ശരിയായി ഭാഗിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും, ബാക്കി എത്ര രൂപയുണ്ടാകും? ക്വസ്റ്റ്യൻ മനസ്സിലായണോ? An amount received for completing a job was divided equally among 9 workers. The foreman said that each person would get 708 and there would be a remainder of 3. One person who was not satisfied with the division asked to divide it again. It was then that the foreman realized his mistake. The digits in tens place and thousands place of the number being divided had been swapped. If divided correctly, how much money will each person get? How much will be the remainder? യെസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തും കൂടെ ഉണ്ടാവും എക്സാമിന് പാർട്ട് ബിയിൽ എന്തുണ്ടാവും? 2 പാർട്ടായിട്ടാണ് എക്സാം, അതൊക്കെ അറിയില്ല. കിട്ടുന്നുണ്ടോ? യെസ്. ആ യെസ്. എന്താ ഉണ്ടാവാ? ടെൻസിൻ്റെയും 10ന്റെയും 1000ന്റെയും, ടെൻസിൻ്റെയും തൗസൻഡ്സിനും. ഹലോ 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 ആ ആ ഇതെന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? ഇത് നമ്മൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10 ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും? 3 മാർക്കിന് സ്റ്റെപ്പ് വെച്ച് എഴുതിയിട്ട് കറക്റ്റായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതണം. പക്ഷെ ഫസ്റ്റ് എന്താ വരിക? ടോട്ടൽ എത്ര വർക്കേഴ്സ് ഉണ്ട് എന്ന് എഴുതാം. ടോട്ടൽ എത്ര വർക്കേഴ്സ് ഉണ്ട്? 9 വർക്കേഴ്സ് ഉണ്ട്. പിന്നെ ഓരോരുത്തർക്കും എത്ര കിട്ടുന്നുണ്ട്? 708 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതണം. ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് പെട്ടെന്ന് പറയാം. ഓരോരുത്തർക്ക് 708 രൂപ കിട്ടണം. എത്ര ആൾക്കാരുണ്ട്? 9. അപ്പോൾ 708 × 9 പ്ലസ് റിമൈൻഡർ എത്ര വരുന്നുണ്ട്? 3. ഇവിടെ ഇതായിരിക്കും എന്ത്? ആ ടോട്ടൽ എമൗണ്ട് വരാം. ടോട്ടൽ എമൗണ്ട് ഏതായിരിക്കും വരാ? എത്ര വരാ? 6375. 6375. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? 10ന്റെയും 1000ന്റെയും ഡിജിറ്റ്സ് തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. ഈ ഒരു നമ്പറും തമ്മിൽ മാറിപ്പോയിട്ടുണ്ട്. സോ എന്താ പറയാ? തെറ്റായ തുക എന്ന് പറഞ്ഞിട്ട് ഏതാ? അല്ലെങ്കിൽ എന്താ ചെയ്യാ? അപ്പൊ എത്ര വരാ? ശരിയായിട്ടുള്ള തുക എത്ര വരും? 7365. യെസ്, ശരിയായിട്ടുള്ള തുക അല്ലെങ്കിൽ കറക്റ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതാ? 7365 എഴുതാ. എന്നിട്ട് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത സ്റ്റെപ്പിൽ ഓരോരുത്തർക്കും എത്ര കിട്ടുന്ന എഴുതാം. എത്ര കിട്ടുക? 7365 എത്ര ആൾക്കാരുണ്ടായിരുന്നു? 9 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈഡ് ബൈ 9 ചെയ്യാം. എത്ര കിട്ടുന്നുണ്ട്? എത്ര കിട്ടും? 8. 81 72 75. 818 അല്ലേ വരാ? 818 റിമൈൻഡർ എത്ര വരും? 3 വരും. അപ്പോൾ 818 3/9 എന്ന് പറയാം. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഓരോരുത്തർക്കും കിട്ടിയ തുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താ? എത്ര ചെയ്താ? ദ എമൗണ്ട് ഈച്ച് പേഴ്സൺ ഗെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 818 എഴുതാ. ദ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് എത്ര ചെയ്താ? 3 എഴുതാ. ഓക്കെ, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കിയാലോ? അല്ലെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഹലോ
ആ ആയോ? ആ ആ ആ യെസ്, പെട്ടെന്ന് ചെയ്ത് നോക്ക്. നമുക്കിനി അടുത്ത എന്തുണ്ട്? അടുത്ത നിങ്ങൾക്കൊരു ക്വിസ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത ഈ ഒരു ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വിസ് പ്രോഗ്രാമിന് പോവാം. യെസ്, ഇതിൻ്റെ ഐഡിയ ആർക്കെങ്കിലും അറിയാം? എന്താ പറഞ്ഞിട്ടുള്ളത്? 50 പെട്ടികളുണ്ട്, 50 കുട്ടികളും ഉണ്ട് അല്ലേ? ഓരോരുത്തർക്ക് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1 to 50 വരെയുള്ള നമ്പേഴ്സ് 50 പെട്ടികളിലും ഉണ്ട്. 1 to 50 വരെയുള്ള നമ്പേഴ്സ് 50 കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓരോ നമ്പേഴ്സ് ഓരോ കുട്ടികൾ സീക്വൻഷ്യലായിട്ട് ഓരോ ബോക്സിൻ്റെ അടുത്തേക്ക് പോവാണ്. ഫസ്റ്റ് കുട്ടി എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് കുട്ടി എല്ലാ പെട്ടികളും തുറന്നു വെച്ചു. രണ്ടാമത്തെ കുട്ടിയോ? രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം എന്ത് ചെയ്യൂ? തുറന്നു വെച്ചത് അടച്ചു. മൂന്നാമത്തെ കുട്ടി എന്താ ചെയ്യുന്നത്? 3ന്റെ മൾട്ടിപ്പിൾസിലുള്ളത് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ തുറക്കും, തുറന്ന് എടുക്കുകയാണെങ്കിൽ അടയ്ക്കും. അടഞ്ഞു കിടക്കുക എന്ന് പറയുമ്പോൾ ഏതായിരിക്കും അടഞ്ഞു കിടക്കുന്നുണ്ടാവുക? 6ന്റെ മൾട്ടിപ്പിൾസ്. യെസ്, അതെന്തായിരിക്കും? അത് തുറക്കും. തുറന്ന് കിടക്കുന്ന ബാക്കിയുള്ളതൊക്കെ എന്താക്കും? 3ന്റെ മൾട്ടിപ്പിൾസിൽ തുറന്ന് കിടക്കുന്നതൊക്കെ അടിക്കും. നാലാമത്തെ ആളെന്താ ചെയ്യുക? നാലാമത്തെ കുട്ടി ഇതേ സെയിം സംഭവം 4ന്റെ മൾട്ടിപ്പിൾസിൽ ചെയ്യും. 4ന്റെ മൾട്ടിപ്പിൾസിൽ തുറന്ന് കിടക്കുകയാണെങ്കിൽ അടിക്കും, അടഞ്ഞു കിടക്കുകയാണെങ്കിൽ തുറക്കും. എന്താ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുള്ളത്? ഇങ്ങനെ ലാസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് തുറന്ന് കിടക്കുന്നത് ഏതെല്ലാം പെട്ടികളായിരിക്കും? ഒന്നിൻ്റെ എന്തായിരിക്കും? ഒന്നിൻ്റെത് തുറന്ന് കിടക്കായിരിക്കും. കാരണം എന്താ? ആദ്യത്തെ കുട്ടി മാത്രമേ ഒന്നിൻ്റെ അടുത്തേക്ക് പോകണുള്ളൂ. ബാക്കിയുള്ളത് 2ആണ്. ബാക്കി മൂന്നാമത്തെ ആൾ മൂന്നാമത്തേലേക്കാണ് പോകണത്. അങ്ങനെ പോകും. ഓക്കെ, ഒന്നാമത് തുറന്ന് കിടക്കും. പിന്നെ 5 ഉണ്ടോ? 5 നിങ്ങൾ ആലോചിച്ച് നോക്കേ. ആദ്യം എല്ലാം തുറന്നിട്ടു. പിന്നെ അഞ്ചാമത്തെ ആൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 5ാമത്തെ പെട്ടി അടിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും 5ാമത്തെ പെട്ടിക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ സംഭവിക്കും? 6 എന്തായിരിക്കും? 1 മാത്രമല്ല, 6 എന്തായിരിക്കും? 6 തുറന്നെടുക്കോ? 6ലേക്ക് ആരൊക്കെ പോവാ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 6ലേക്ക് ആരൊക്കെ പോവാ? ഒന്നാമത്തെ ആൾ പോയിട്ട് ഒക്കെ തുറന്നു. അപ്പൊ 6 തുറന്നു. പിന്നെ ഏതാ? രണ്ടാമത്തെ ആൾ പോയിട്ട് 6 കൂട്ടി. ഓക്കെ, 6 കൂട്ടി. മൂന്നാമത്തെ ആൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തുറന്നു. അപ്പൊ ഫൈനൽ എന്താ? തുറന്നെടുക്കാണോ? 6ാമത്തെ ആൾ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടിയുണ്ട്. പിന്നെ ആരെയും പോകുന്നുണ്ട്? ആർക്ക്? ഇല്ലല്ലോ. അപ്പൊ എന്താ സംഭവിക്കാം? 1 മാത്രമാണോ? അപ്പൊ നമ്മൾ അവിടെ എന്താ നോക്കണ്ടേ? യെസ്, ആരാ പറഞ്ഞേ? എന്താ ഉണ്ടാവുക? ഏതിൻ്റെ താഴെയുള്ള? എല്ലാ സ്ക്വയേഴ്സും. അതെങ്ങനെ നോക്കുക? എണീക്ക് പറഞ്ഞോ. അപ്പൊ 1 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഏതായിരിക്കും? യെസ്, 4ലേക്ക് ആരൊക്കെ പോവാ? 4ലേക്ക് ആരെ പോവാ? ഫസ്റ്റ് ഒന്നാമത്തെ ആൾ പോയി തുറന്നു. രണ്ടാമത്തെ ആൾ പോയിട്ട് അടച്ചു. 4ാമത്തെ ആൾ പോയി തുറന്നു. പിന്നെ ആരും പോകുന്നില്ല. 4 ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ആലോചിക്കുക. 9 ഉണ്ടാവും അല്ലേ? എൻ്റെ പേരെന്താ? ശിവസ്. ഉറക്കെ പറയേ. കമോൺ. ശിവസിദ്ധ്. ഓക്കെ, ഗുഡ്. ഇരുന്നോ. 9ലേക്ക് ആരൊക്കെ പോവും? 1 പോവും. 1 പോയി തുറന്നു. പിന്നെ എന്ത്? 3 പോയിട്ട് പൂട്ടി. പിന്നെ ആരാ പോവാ? 9ാമത്തെ ആൾ പോയിട്ട് തുറന്നു. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാല് നിങ്ങൾ നോക്കാം. ഇപ്പൊ 6ൽ എന്താ സംഭവിക്കുന്നത്? 6ൽ എന്താ സംഭവിക്കുന്നത്? 1ാമത്തെ ആൾ പോയിട്ട് തുറന്നു. 2ാമത്തെ ആൾ പോയിട്ട് പൂട്ടി. 3ാമത്തെ ആൾ പോയിട്ട് തുറന്നു. 6ാമത്തെ ആൾ പോയിട്ട് പൂട്ടി. ഇതെന്താ? 1 2 3 6. 1 2 3 6 എന്താ? 1 2 3 6 എന്താ? 6ന്റെ ഫാക്ടേഴ്സ് ആണ്, 6ന്റെ ഘടകങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് ഇങ്ങനെ വരുന്നത്. ഇനിയിപ്പോ 9ന്റെ ഫാക്ടേഴ്സ് നോക്കും. 9ന്റെ 1ാമത്തെ ആൾ പോയി തുറന്നു. 3ാമത്തെ ആൾ പോയി അടച്ചു. 9ാമത്തെ ആൾ പോയി തുറന്നു. 1 3 9. അതെന്താണ്? 6ന്റെ ഫാക്ടേഴ്സ് ആണ്. അല്ല, സോറി, 9ന്റെ
ഫാക്ടേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്, ഇവിടെ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ പെട്ടി ലാസ്റ്റ് എന്തായിരിക്കും? തുറന്നായിരിക്കും കിടക്കുക. കാരണം ഒന്നാമത്തെ ആളും മൂന്നാമത്തെ ആളും 9ാമത്തെ ആളെ പോകണുള്ളൂ. പിന്നെ ഒരാളും കൂടി പോയാലേ അടിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഈവൻ നമ്പർ ഓഫ് ആൾക്കാർ പോയാലേ പെട്ടി അടയുള്ളൂ. ഓഡ് നമ്പർ ആൾക്കാർ പോവുകയാണെങ്കിൽ പെട്ടി തുറന്നു കിടക്കും. അതാണ് ഐഡിയ. അതേക്ക് നമ്മൾ എങ്ങനെ എത്തുക? ഫാക്ടേഴ്സിന്റെ എണ്ണം നോക്കിയിട്ടാണ് എത്തുക. ഓക്കെ, ഇനി ഫാക്ടേഴ്സിന്റെ എണ്ണം സ്ക്വയർ നമ്പേഴ്സിന് വെച്ച് ബാക്കി എല്ലാത്തിനും എന്തുണ്ടാവും? 4 ആണോ ഉണ്ടാവുക? ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും എന്ന് പറയാം. 12 നോക്ക്, 12 ആരൊക്കെ? 1 പോവും, 2 പോവും, 3 പോവും, 4 പോവും, പിന്നെ ഏതാ 6 പോവും, 12 പോവും. അപ്പൊ എത്ര ഈവൻ നമ്പർ അല്ലേ? ഇപ്പൊ 6-നാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1 × 6 അല്ലെങ്കിൽ 2 × 3 ഇങ്ങനെ പെയർ ചെയ്തല്ലേ എഴുതുക. ഇതിനാണെങ്കിലോ 1 × 12 അല്ലെങ്കിൽ 2 × 6 അല്ലെങ്കിൽ 3 × 4 ഇങ്ങനെ പെയർ ചെയ്തല്ലേ നമ്പേഴ്സിനെ എഴുതാ. അപ്പോൾ അവിടെയൊക്കെ എന്താ ഉണ്ടാവുക? ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാവുക. സ്ക്വയറിന്റെ കേസ് വരുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സ്ക്വയർ നമ്മൾ എങ്ങനെ എഴുതാ? ഒന്നെങ്കിൽ 1 × 9 എന്ന് എഴുതും, അല്ലെങ്കിൽ 9² എന്ന് എഴുതും. അപ്പോൾ അവിടെ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ എന്തോ കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏത് നമ്പറാണോ ഇവിടെ 50 തന്നെ, അപ്പോൾ ആ 50ന്റെ താഴേക്കുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 50ന്റെ താഴേക്കുള്ള ഏതൊക്കെയാ? ആദ്യം 1 മുതൽ 1 തുടങ്ങി. 1 4 9 16 25 36 ഇല്ല 50 വരെ ഉള്ളൂ. 49. ഓക്കെ, അപ്പൊ ഈ നമ്പേഴ്സ് ആയിരിക്കും എന്ത്? ഈ നമ്പർ ഉള്ള ബോക്സസ് മാത്രമായിരിക്കും എന്താ ഉണ്ടാവുക? ലാസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയോ? കിട്ടിയല്ലോ? എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 നമ്പേഴ്സ്, 7 ബോക്സസ് അവിടെ ഓപ്പൺ ആയിരിക്കും. നമ്മളോട് ചോദിച്ചത് വിച്ച് ബോക്സസ് വിൽ റിമൈൻ ഓപ്പൺ എന്നാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് എഴുതി കൊടുക്കാം. ക്ലിയർ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? കുറച്ചൊന്ന് ആലോചിക്കാനല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കുറച്ച് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇങ്ങനത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കാൻ മെറ്റീരിയൽ തരുന്നുണ്ട്.